ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ഒരു ഏക്കറുള്ള ഒരു സ്ഥലം, വലിയൊരു സ്ഥലം അല്ലെ. ഒരു ഏക്കർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അറ്റത്ത് ഒരു വീടുണ്ട് എന്ന് വിചാരിക്കാം. കുറേ തെങ്ങും തോപ്പുകളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു പ്രവേശന കവാടം എന്ന് പറയുന്നത്, അതായത് മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത്, ആ തോട്ടത്തിലേക്കുള്ള മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത് ഈ വീടുമായി വളരെ ദൂരെ ഉണ്ടാവും അല്ലേ. അപ്പൊ വീട്ടിന്റെ ഉള്ളിൽ ഒരാൾ നിൽക്കുകയാണെന്ന് വിചാരിക്കുക, തെങ്ങിന്റെ മുകളിൽ ഒരാൾ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അപ്പോ ഒരു പ്രവേശന കവാടത്തിൽ ആ മെയിൻ ഗേറ്റിലൂടെ ഒരാൾ നടന്നു വരുമ്പോൾ ആർക്കാണ് അവരെ ആദ്യം കാണാൻ കഴിയുക? വീട്ടിന്റെ അടുത്ത് എത്തണം, ഇല്ലെങ്കിൽ കോളിംഗ് ബെൽ അടിക്കുമ്പോഴാണ് വീട്ടിലുള്ളവർ അറിയുന്നത് അല്ലേ. അതേസമയം തെങ്ങിന്റെ മുകളിലിരിക്കുന്ന ഒരാൾക്കാണെങ്കിലോ, ചുറ്റുമുള്ള എത്ര ദൂരെ ഇരുന്ന് വരികയാണെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഇതുപോലെയാണ് ഈ തെങ്ങിന്റെ മുകളിലുള്ള ഒരാൾക്ക് എങ്ങനെയാണോ വളരെ വ്യക്തമായി ദൂരെ നിന്ന് ഒരാൾ വരുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതുപോലെയാണ് നമ്മുടെ ആത്മീയ ഗുരുക്കന്മാർക്കും. നാം ഭാഗ്യം ചെയ്തവരാണെന്ന് പറയാം. കാരണം നാം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ ഒരു ആത്മീയ ഗുരു നമുക്കുണ്ട്. ധാരാളം പേരുണ്ട്, അതിലൊരു ആത്മീയ ഗുരുവാണ് മാതാ അമൃതാനന്ദമയി ദേവി. അമ്മ എന്ന് വളരെ സ്നേഹത്തോടെ നമുക്ക് വിളിക്കാം. നമുക്ക് നേരിട്ട് അവരെ ദർശിക്കാനുള്ള ഭാഗ്യമുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് അമ്മ അമേരിക്കൻ ദർശനം സന്ദർശിക്കുന്ന സമയത്ത് ഒരു അമേരിക്കൻ വംശജ ഒരു ചോദ്യം അമ്മയോട് ചോദിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് അമ്മേ ഭാരതത്തിൽ ഇത്രയും മഹാത്മാക്കൾ ഉണ്ടാവുന്നതെന്ന്. അതിന് അമ്മയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ മോൾക്കൊരു ഫോട്ടോ തരികയാണ്, മേരി മാതാവിന്റെ ഒരു ചിത്രം തരികയാണെങ്കിൽ മോൾ അത് എവിടെയാണ് സൂക്ഷിച്ചു വെക്കുന്നതെന്ന്. അപ്പൊ അവർ പറയുകയാണ്, ഞാൻ എൻ്റെ പൂജാ മുറിയിലാണ് അത് സൂക്ഷിച്ചു വെക്കുക എന്ന്. അപ്പൊ അമ്മ പറഞ്ഞു, അതുപോലെ തന്നെയാണ് ലോകത്തിന്റെ പൂജാമുറിയാണ് ഭാരതമെന്ന്. ഇത്രയും ശ്രേഷ്ഠമായ ഒരു വാക്ക് ഒരു മഹാഗുരുവിനല്ലാതെ വേറെ ആരുടെ വായിൽ നിന്നാണ് വരിക? ധാരാളം സംഭവങ്ങളുണ്ട്. അമ്മയുടെ ഓരോ വാക്കുകളും നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ആഴത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഒരു ഭക്തനുണ്ട്, സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ ആലോചിച്ച് അവന് വളരെ വിഷമമായി അദ്ദേഹത്തിന്. അപ്പൊ അവർ ഒരു പ്രാവശ്യം അമ്മയുടെ അടുത്ത് വന്ന് പറയുകയാണ്, നല്ല പോസ്റ്റിലാണ് ഇരിക്കുന്നത്, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ ധർമ്മം ചെയ്യുന്നില്ല, എന്താണ് അമ്മ ഇങ്ങനെ ആവുന്നത് എന്ന് പറയാണ്. അപ്പൊ അമ്മ പറയാണ്, കഴുകനെ കണ്ടിട്ടില്ലേ? കഴുകന് എത്ര ഉയരത്തിൽ വേണമെങ്കിലും പറക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ അവന്റെ നോട്ടം എവിടെയായിരിക്കും? ശവശരീരങ്ങളിലേക്ക്. ആ ജന്തുക്കൾക്ക് നാശം സംഭവിച്ച് ആ അവശിഷ്ടങ്ങളിലേക്കായിരിക്കും അവന്റെ കണ്ണു പതിയുന്നത്. ഇതുപോലെയാണെന്ന് ധാരാളം വളരെ ലളിതമായി ഉദാഹരണ സഹിതം ആ പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ അപാരമായ കഴിവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അമ്മയെ പ്രണമിച്ചുകൊണ്ട് ജ്യോതിഷത്തിലേക്ക് നാം ഗുരുകർമ്മയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇപ്പൊ ഗുരു കർമ്മ ദോഷം സംഭവിക്കുന്ന 3 നക്ഷത്രങ്ങൾ പറഞ്ഞിരുന്നു. മകീര്യം, അത്തം, ഉത്രാടം എന്നിവയാണ്. ഇത് ലഗ്നമായോ ലഗ്നാധിപതി നിൽക്കുന്ന നക്ഷത്രമായോ ജന്മനക്ഷത്രമായോ വരികയാണെങ്കിലും രാശികളിൽ മേടം, ചിങ്ങം, ഇടവം ഈ 3 രാശികളും ലഗ്നമായി വരികയാണെങ്കിലും അവർക്കും ഭാവങ്ങളിൽ പറയുകയാണെങ്കിൽ 1, 2, 5 ഭാവങ്ങൾ അവർക്കും ഗുരുകർമ്മ ദോഷം ഉണ്ടാവുകയാണ്. ഇപ്പൊ ഗുരുകർമ്മ ദോഷം നമുക്ക് സംഭവിക്കുന്ന ഈ നക്ഷത്രത്തിലാണ് ഉള്ളത് എങ്കിൽ അതൊരു പ്രധാന ഒരു കാരണം
ഇത് തന്നെയാണ്. ആത്മീയ ഗുരുക്കന്മാരെ നിന്ദിക്കുക, അതിലൂടെ മാത്രമാണ്, അതിലൂടെ വരാം. ഒരു കാരണം, 3 കാരണങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു കാരണത്തിൽ നാം പൂർവജന്മത്തിൽ തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് വിശ്വാസമുണ്ടെങ്കിലും നമ്മുടെ സനാതന ധർമ്മത്തിൽ ഒരിക്കലും പറയുന്നില്ല ഈ ഗുരുവിനെ ആത്മീയ ഗുരുവായിട്ട് തിരഞ്ഞെടുക്കണം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ നാം തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിച്ച് തിരഞ്ഞെടുക്കുക. നമുക്ക് വിശ്വാസമില്ലെങ്കിലും അവരെ നിന്ദിക്കാൻ നമുക്കൊരു അധികാരവും ഇല്ല എന്ന് ഓർക്കണം. വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. നിന്ദിക്കുമ്പോഴാണ് ഇത്തരം കർമ്മദോഷങ്ങൾ നാമിൽ വരുന്നത്. വിശ്വാസമുണ്ടെങ്കിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ വിട്ടുകളയാം. അതിന് മേലൊരു ചിന്തനം നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അറിഞ്ഞുകൊണ്ട് കർമ്മദോഷം വരുത്തരുത് എന്ന് മാത്രമാണ് അപേക്ഷിക്കുന്നത്. വേറൊരു കാരണം എന്ന് പറയുന്നത് പുത്രദോഷമാണ്. ഗുരുകർമ്മ നക്ഷത്രം പുത്രദോഷത്തെ കൂടെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അത് കുറച്ച് കൂടുതൽ വിശദമായി തന്നെ പറയേണ്ടതുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.